അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കട താമസം. നമ്മുടെ നാട്ടിൽ സുന്നികൾ സാധാരണഗതിയിൽ ഈ പിഞ്ഞാൺ പാത്രത്തിലൊക്കെ എഴുതിയും അതുപോലെ അതിനെ മൂടിക്കെട്ടിയും ഒക്കെ വീട്ടിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കാറുണ്ട്. അല്ലെങ്കിൽ ഉസ്താദ് മന്ത്രിച്ചു കൊടുത്ത തകിടുകൾ സാധാരണഗതിയിൽ കുപ്പിക്കുള്ളിലാക്കിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് അതിൽ നിന്നും ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ പറയണത് തകിട് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് ചില ഉപദ്രവം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതേ ഒരേ വസ്തു തന്നെയാണ്, തകിട് തന്നെ സംഭവം. അപ്പോൾ ഒന്നിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന സുന്നി അയാൾ ശിർക്കിലാണോ? അതുപോലെ തന്നെ തകിടിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ ശിർക്കിലാണോ? അത് രണ്ടുപേരും തൗഹീദിലാണോ ശിർക്കിലാണോ വ്യക്തമാക്കുക. രണ്ടും ശിർക്കാണ്. അവിടെ രണ്ട് സ്ഥലത്തും സുന്നികൾ പ്രതീക്ഷിക്കുന്നത് അദൃശ്യമാർഗത്തിലുള്ള അഭൗതിക വഴിയിലുള്ള കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തരത്തിലുള്ള ഗുണദോഷങ്ങളാണ്. അത് തകിട് എന്നല്ല, ഒരു നൂലായാലും സാധാരണ സിദ്ധൻ കൊടുക്കുന്ന തങ്ങൾ കൊടുക്കുന്ന നൂല് കിട്ടിയ ശിർക്കായി എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ശിർക്കായി? ആ നൂലിൽ നിന്ന് മറഞ്ഞ വഴിയിൽ, അദൃശ്യമായ വഴിയിൽ, അഭൗതികമായ വഴിയിൽ അഥവാ കാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ ഗുണദോഷങ്ങൾ അവൻ പ്രതീക്ഷിക്കുന്നു. ആ വിശ്വാസമാണ് ശിർക്ക്. ആ പ്രവൃത്തിയും സ്വാഭാവികമായും ശിർക്കായി മാറും. അപ്പോൾ ഒരു പ്രവൃത്തി ശിർക്കാകുമ്പോൾ അതിന് പിന്നിലെ വിശ്വാസം ശിർക്കായി മാറും. ഇവിടെ ഏത് നിലക്കാണ്, ഏതു മാനദണ്ഡപ്രകാരമാണ്, ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇവിടെ ഗുണദോഷം ഉണ്ടാകുന്നത് എന്ന് അവനറിയില്ല. ഇതിന് എന്തോ ചില പ്രത്യേക സിദ്ധികളുണ്ട്, ഈ നൂലിന് പ്രത്യേക കഴിവുണ്ട്, ഈ പിഞ്ഞാണത്തിന് പ്രത്യേകമായ കഴിവുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ശരീരത്തിൽ ബന്ധിച്ചാൽ തന്നെ, അത് കുഴിച്ചു മൂടിയാൽ തന്നെ, അത് കെട്ടിത്തൂക്കിയാൽ തന്നെ അതിൽ നിന്ന് ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. ആ വിശ്വാസം തന്നെ ശിർക്കാണ്, ആ ചെയ്തിയും ശിർക്കാണ്. അടുത്ത ചോദിച്ചോളി, രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ കുഴിച്ചിടുന്ന വസ്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് സിഹിറിന്റെ വിശ്വാസം. ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലെ പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് എടുക്കുമ്പോഴും സാധാരണഗതിയിൽ അത് എടുക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ പറയുന്നത് ഇപ്പോൾ മൗലവി പറഞ്ഞു തന്നെയാണ് പറയുന്നത്. അതായത് ഒരു അബോധികമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യകാരണബന്ധത്തിന്റെ അപ്പുറത്ത് നമ്മൾ കേൾക്കാത്ത കാണാത്ത ഏതോ ഒരു സ്ഥലത്ത് ആരോ കുഴിച്ചിട്ട തകിടിൽ നിന്നും നമുക്കതാ ചില ഉപദ്രവങ്ങൾ സംഭവിക്കുന്നെന്ന് വിശ്വാസം. അപ്പോൾ മൗലവി പറഞ്ഞത് അൽഹംദുലില്ലാ ഇപ്പോൾ ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അബോധികമായ രീതിയിൽ പ്രത്യേകിച്ചും സിഹറായിരുന്നാലും ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന വസ്തുവിൽ നിന്നുള്ള ഉപകാരം പ്രതീക്ഷിച്ചാലും കുഴിച്ചിടുന്ന മുടിയിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിച്ചാലും ശിർക്കാണെന്ന് മൗലവി പറഞ്ഞു. അൽഹംദുലില്ലാ ശരിയാണ്. അപ്പോ ഈ സ്വഹീഹുൽ ബുഖാരിയിലെ ആ ഹദീസിനെ സംബന്ധിച്ച് എന്താണെന്ന് പറയുക. ആ ഹദീസ് താങ്കൾ അത് ശിർക്കാണോ അല്ലയോ? ആ ഹദീസ് താങ്കൾ നേരെ കണ്ടിട്ടുണ്ടോ? നേരെ സ്വഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിൽ താങ്കൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാൻ ആ ഹദീസ് കണ്ടിട്ടില്ല. എവിടെങ്കിലും ആ ഹദീസ് വായിച്ചിട്ടുണ്ടോ? മറിച്ച് ഞാനത് വായിച്ചിട്ടുണ്ട്. എവിടെ വായിച്ചത്? മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയും. ഉദാഹരണം, ഒരിക്കൽ സലഫി സെന്ററിൽ തന്നെ വിതരണം ചെയ്ത ഒരു പുസ്തകമുണ്ട്, ജിന്ന് ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട്. ഒരു പച്ച കളറിലെ ബൈൻഡ് ഉള്ളതാണ്. എഴുതിയ ആളിന്റെ പേര് അഷറഫ് മൗലവിയോ എന്തോ ഒരു മൗലവിയാണ്. അദ്ദേഹം അതിന്റെ അവസാന പേജിൽ ബുഖാരിയുടെ ആ പരിഭാഷ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ സിഹിറിനെ സംബന്ധിച്ച് പറഞ്ഞു കുഴിച്ചിട്ട്. അപ്പൊ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അല്ലേ? സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, സ്വീകരിക്കൂല എന്നാണല്ലോ താങ്കൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ശിർക്കാണെങ്കിലും സ്വീകരിക്കാം. കാരണം മൗലവി നേരത്തെ പറഞ്ഞല്ലോ അത് ശിർക്കാണെന്ന്, സ്വീകരിക്കാം. ശിർക്കാണെങ്കിലും സ്വീകരിക്കാന്നാണ് മൗലവി പറയുന്നത്. ശിർക്കാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ. അപ്പൊ ശിർക്കാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല, അതെ ശരിയാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ താങ്കൾ സ്വീകരിക്കാൻ പ്രയാസവും ഇല്ല. ഇവിടെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഹദീസിലാകുമ്പോൾ നമുക്ക് തൽക്കാലം എന്തെങ്കിലും ന്യായം പറയാം, ഖുർആനിലാകുമ്പോൾ അത് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നു. വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. സിഹിർ മുഖേന അവർ പഠിക്കുന്നത്, അതിലൂടെ ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം ഇതിലൂടെ അവർ പഠിച്ചെടുക്കുന്നു. എന്നാൽ
അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു ഉപദ്രവം ചെയ്യാൻ അവർക്കൊട്ട് സാധിക്കുകയുമില്ല. അപ്പൊ പഠിച്ചെടുക്കുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യനെയും അയാളുടെ ഇണയെയും തമ്മിൽ വേർപിരിക്കുന്ന കാര്യം പഠിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ 102-ാമത്തെ ആയത്താണ് ഇത്. അപ്പൊ ഈ ആയത്ത് ഈ ഒരു മാനദണ്ഡ പ്രകാരം അതും സ്വീകരിക്കാൻ പ്രയാസം ഉണ്ടാവണ്ടേ? മൈക്കൊന്ന് കൊടുത്താണ് പറയട്ടെ. അപ്പോ മൗലവി നേരത്തെ പറഞ്ഞത് മൗലവി അല്ല, ഈ ആയത്താണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവുന്നത്. സുഹൃത്തെ, ഞാൻ പറഞ്ഞത് ഈ ആയത്ത് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ എന്താണ്, ഇപ്പൊ പറഞ്ഞ എന്താണ്, ബുഖാരി എന്താണ്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഈ ആയത്തിലും ഇതേ പ്രശ്നം ഉണ്ടല്ലോ. ഇല്ല, കാരണം ഈ ആയത്തില് ഈ പഠിക്കുന്ന തന്ത്രത്തിൽ ഒരു ഫലവും ഇല്ലെന്ന ആയത്തിൽ തന്നെ പറയുന്നില്ല. അതിനൊരു പ്രയോജനവും. ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്നത് അവർ ഇതിലൂടെ പഠിക്കുന്നു എന്നാണല്ലോ. അപ്പൊ വേർപിരിക്കാൻ പറ്റുന്നതാണല്ലോ. സിഹിറിലൂടെ ഒരാളുടെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ കഴിയും എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അല്ല, അതിൽ പറയുന്നുണ്ടല്ലോ അതിൽ യാതൊരു പ്രയോജനവുമില്ല, ഇവര് ചെയ്യുന്ന പരിപാടിയിൽ ഒരു പ്രയോജനമില്ല, അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷെ നേരത്തെ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവനാക്കിയ മറ്റു പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതാണ് മുഴുവനായ മറ്റു നിങ്ങൾ പറയും, എനിക്ക് അത് മനസ്സിലായി എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിർത്തത്. ഇവിടെ ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഉപദ്രവം ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താണ് ആ ഉപദ്രവം? ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം സിഹറിലൂടെ അവർ പഠിക്കുന്നു. وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. എന്നിട്ടാണ് പറഞ്ഞത് ويتعلمون منهما ما يفرقون به بين المرء وزوجه. ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം അവർ പഠിച്ചെടുക്കുന്നു. അപ്പൊ സിഹിർ വഴി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇനി അത് സംഭവിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ആകൂല. സിഹിറിലൂടെ ഒരു മനുഷ്യന്റെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം നടക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്തുകൊണ്ട്? അത് റബ്ബിന്റെ ഇതിനിന്റെ ഭാഗമായി തന്നെയാണ്. അതാണ് വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അവർക്കും പ്രവർത്തിക്കാൻ കഴിയൂല. അപ്പൊ റബ്ബ് അവർക്ക് കൊടുത്ത അനുവാദമുള്ള ഒരു ഏരിയ ഉണ്ട്. സിഹിറിൽ സാഹിർ ഉപയോഗിക്കുന്ന ശൈത്വാൻ, ആ ശൈത്വാനിന് അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഒരു ഇതിനുണ്ട്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രകൃതമുണ്ട്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവൻ ചില ലുറുകൾ, അതാണ് വമാഹും ബിളാരീന ബിഹി, അവൻ ഒരു ലുറും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹിന്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പൊ അള്ളാഹ് കൊടുത്ത അനുമതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഏതുപോലെ എനിക്കിപ്പോൾ താങ്കളെ വല്ലതും ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ അനുവാദം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയുമായി കുത്താമെന്നാ താങ്കൾ അവിടെ നിൽക്കൂല. അത് കുത്തിക്കോട്ടെ, അള്ളാഹിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഇത് തട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കൂല. കാരണം എന്താ? അള്ളാഹിന്റെ അനുമതി എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ തന്നു വെച്ച സിസ്റ്റമാണ്, അള്ളാഹ് അവിടെ വ്യവസ്ഥാപിച്ച വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് താങ്കൾ ഉപദ്രവിക്കാൻ കഴിയും. ഞാൻ ഇവിടെ നിന്നിട്ട് താങ്കൾ അങ്ങ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ നശിക്കൂല. എന്നാൽ എന്റെ വ്യവസ്ഥ പ്രകാരം താങ്കൾ നശിപ്പിക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ പണികൾ എനിക്ക് എന്ത് ചെയ്യാം, അതിന് ഉപയോഗപ്പെടുത്താം. ഞാൻ കുറ്റക്കാരനായി മാറും, അത് വേറെ വിഷയം. എന്ന പോലെ പിശാചും അവൻ ഉദ്ദേശിക്കുന്ന ഏത് പണിയും എങ്ങനെയും ചെയ്യാൻ അവന് കഴിയില്ല. പിന്നെ എന്തേ കഴിയുള്ളൂ? അള്ളാഹു പിശാചുക്കൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു മേഖലയുണ്ട്, അള്ളാഹു പിശാചുകൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ഓൻ ചെയ്യും. അത് ആർക്ക് വേണ്ടി ചെയ്യും, എന്തിനു വേണ്ടി ചെയ്യും? ഇനി ഒന്നാമത്തെ മറുപടി ഞാൻ പറഞ്ഞുതരാം. എന്തിനു വേണ്ടി ചെയ്യും? ഇപ്പൊ കുഴിച്ചിട്ടാൽ അതുകൊണ്ട് ദോഷങ്ങളോ ഗുണങ്ങളോ ഉണ്ടാകുമെന്ന് സമുദായത്തിൽ വിശ്വസിക്കുന്നു. അവിടെ രണ്ടു തരം വിശ്വാസമുണ്ട്. ഒന്ന്, ആ തകിടിൽ നിന്ന്, ആ കുപ്പയിൽ നിന്ന്, ആ എഴുത്തിൽ നിന്ന് എന്തോ ഗുണദോഷങ്ങൾ ഭയക്കുന്നു,
പ്രതീക്ഷിക്കുന്നു. അവിടെ അത് ശിർക്കാണ്. എന്നാൽ സിഹർ ചെയ്യുമ്പോൾ അവൻ പിശാചിനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പിശാചിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ രക്ഷാമന്ത്രങ്ങളും അതേപോലെ ഹോമങ്ങളും ജപങ്ങളും ശിർക്കായ പ്രാർത്ഥനകളും എല്ലാമാണ് ഇതിൽ അവൻ എഴുതി വെക്കുന്നത്. പിശാചിനുള്ള ചില കോഡ് ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. പിശാചിനെ പ്രീതിപ്പെടുത്താനുള്ള പണിയാണ് അവൻ ചെയ്യുന്നത്. ഇതവൻ ചെയ്യുമ്പോൾ പിശാചിന് ബോധ്യമായി ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോയാൽ റെഡിയാണ്, ഇവൻ എന്നെ പൂജിക്കാൻ തയ്യാറാണ്, ഇവൻ എന്നെ പ്രീതിപ്പെടുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് ഇവന് വല്ല സഹായം ചെയ്തു കൊടുത്താൽ ഇവനെ വെച്ച് എനിക്ക് ഈ നാട്ടുകാരെ കംപ്ലീറ്റ് ശിർക്കിൽ അകപ്പെടുത്താം, ഇവന് അപ്രമാദിത്വം ഉണ്ടാക്കാം, ഇവനെ സിദ്ധനായി വേഷം കെട്ടിക്കാം, ഇവൻ മരിച്ചാൽ ഇവന്റെ ഖബർ ജാറമാക്കി മാറ്റാം, നൂറ്റാണ്ടുകളോളം ഈ നാട്ടിൽ ശിർക്ക് എനിക്ക് സ്ഥാപിക്കാൻ കഴിയും, ഒരുപാട് മനുഷ്യന്മാർ നരകത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ശൈത്താന് ബോധ്യമാകും. ആ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ചില പണികളാണ് ഈ തകിടും ഈ എഴുത്തും ഈ ഉറുക്കും ഈ നൂലും ഏലസും മന്ത്രങ്ങളും ഒക്കെ. ഇതുവഴി പിശാചിന് ബോധ്യമായി ഇവനെ സഹായിച്ചാൽ എന്റെ ലക്ഷ്യം എന്താ? ആളുകൾ നരകത്ത് കൊണ്ടുപോവുക. അതിന് പറ്റിയ നല്ലൊരു ഏജന്റാക്കി ഇവനെ മാറ്റാം. അപ്പൊ ആ ഏജന്റിന് അവനെ കൊണ്ട് ചെയ്യുന്ന പണി അള്ളാന്റെ അനുമതിയിൽ നിന്നുകൊണ്ട്, അള്ളാഹ് വെച്ച വ്യവസ്ഥയിൽ ഒതുങ്ങിക്കൊണ്ട്, അള്ളാഹു അനുവദിച്ചു കൊടുത്ത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവന് എന്താണോ ചെയ്യാൻ കഴിയുക അതവൻ ചെയ്തു കൊടുക്കും. അത് വിശ്വസിക്കൽ ശിർക്കല്ല, അത് വിശ്വസിക്കൽ ശിർക്കല്ല. അതാണ് സിഹറിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലാത്തത്. അത് ബോധ്യമായി കഴിഞ്ഞാൽ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസിനും കുഴപ്പമില്ല, സൂറത്തുൽ ബഖറയിലെ ആയത്തിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹദീസിന് മാത്രമല്ല ആയത്തിനും കുഴപ്പമുള്ളതായി മാറും. കാരണം ആ ആയത്തും എന്തെന്നെയാണ്? അപ്പൊ ശിർക്കായ സംഗതി തന്നെയാണ്, തൗഹീദിനെതിരാണ്. എന്നാൽ ഇപ്പൊ ഖുർആൻ ഹദീസ് മാത്രമല്ല ഖുർആനും നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം ഉപകാരം പ്രതീക്ഷിക്കുന്ന ഒരു സുന്നി ആ കെട്ടിത്തൂക്കിയ തകിടിൽ നിന്നുള്ളത് അള്ളാഹുവിന് അനുമതി പ്രകാരമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, കെട്ടിത്തൂക്കാം. മറിച്ച് അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ആകട്ടെ. മറിച്ച് അതുപോലെ ഒരാൾ തകിട് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് കുഴിച്ചിടുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വിശ്വസിച്ചാൽ അതും തൗഹീദ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വിശ്വസിക്കുകയാണെങ്കിൽ ഉമ്മച്ചായ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് അള്ളാഹു കൊടുത്ത കഴിവ് പ്രകാരം എന്നാണ് സുന്നികൾ പറയുന്നത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു കൊടുത്ത കഴിവ് പ്രകാരം എല്ലാം ഷിർക്കിനെ അങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം എളുപ്പമായി, പിന്നെ തൗഹീദായിട്ട് ബാക്കിയൊന്നും ഉണ്ടാവില്ല. അല്ല, ഇനി അടുത്തത് ഇത് കഴിയട്ടെ. മരിച്ചുപോയവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നുവെന്നാണ് സുന്നികൾ പറയുന്നത്. പിശാച് അവന് കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. അവിടെ വ്യത്യാസം. ഒന്ന് സുന്നികൾ പറയാണ്, മറ്റേ അല്ലാഹു റസൂലും പറയാണ്. സുന്നികളുടേത് കേവലം അബദ്ധധാരണ മാത്രം. മുഹീദ്ദീൻ ശൈഖ് ഇവിടെ ഹാജരാകുമെന്ന് സുന്നികൾ വിശ്വസിക്കുന്നു. അതിന് കഴിവ് അല്ലാഹ് കൊടുത്തുവെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹ് പറയുന്നു. കഴിവ് കൊടുത്തിട്ടേ ഇല്ല, മരിക്കുന്നതോടുകൂടി ഈ ലോകവുമായുള്ള ബന്ധങ്ങൾ അവസാനിച്ചു. ശുഹദാക്കന്മാര് പോലും ഈ ലോകത്തേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്ന് രണ്ടാമത് ഷഹീദായി മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ പോലും റബ്ബിന്റെ മറുപടി എന്താ? ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക ഇല്ല. അപ്പോൾ പിന്നെ ഉണ്ടെന്ന് സുന്നി വിശ്വസിച്ചാൽ ഓം വിശ്വസിച്ചുകൊണ്ട് മാത്രം തൗഹീദ് ശിർക്കായും ശിർക്ക് തൗഹീദായും മാറുമല്ലോ. ഇല്ലാത്ത ഒന്ന് അവൻ വിശ്വസിക്കുന്നു, ഇവിടെ ഉള്ള ഒന്ന് വിശ്വസിക്കുന്നു. ഏതുപോലെ പിശാച് മനുഷ്യനെ കാണും, നിങ്ങളും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു, അല്ലെ? പിശാച് മനുഷ്യനെ കാണും. സുന്നി വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ശൈഖ് നമ്മളെ കാണും. അപ്പൊ നമ്മൾ രണ്ടാളും സുന്നികളെ പോലായി അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. സുന്നികൾ വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ശൈഖ് നമ്മളെ കാണും, നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നു പിശാച് നമ്മളെ കാണും. ഇത് രണ്ടും ഒന്നല്ലല്ലോ. ഒന്ന് തൗഹീദിനെതിരാണ്, ഒന്ന് തൗഹീദിനെതിരല്ല. സുന്നികൾ വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ശൈഖ് ഞങ്ങളുടെ സദസ്സിൽ ഹാജരാകാറുണ്ട്, നമ്മൾ പറയുന്നു അത് ശിർക്കാണ്. നമ്മൾ വിശ്വസിക്കുന്നു ഈ സദസ്സിൽ മലക്കുകൾ ഉണ്ടാകും, ആ വിശ്വാസം തൗഹീദിനെതിരല്ല. ഞാൻ പറഞ്ഞേട്ടെ, ഈ സദസ്സിൽ ശൈത്താന്മാരുണ്ടാകാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതും തൗഹീദിനെതിരല്ല. അതേപോലെ മുഹീദ്ദീൻ ശൈഖ് നമ്മുടെ സദസ്സിലെ ശബ്ദങ്ങൾ പോലും കേൾക്കും എന്നവർ വിശ്വസിക്കുന്നു, അത് ശിർക്കാണ്, ആ വിശ്വാസം തന്നെ. എന്നാൽ മലക്കുകളോ ജിന്നുകളോ ഈ സംസാരം കേൾക്കുന്നുണ്ടാകാം എന്നുള്ള വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം?
ഒന്ന്, മുഹീദ്ദീൻ ശൈഖിന് ഇപ്പോൾ നമ്മുടെ സദസ്സ് കാണുകയോ കേൾക്കുകയോ ഇവിടെ ഹാജരാകുകയോ ചെയ്യണമെങ്കിൽ അതിന് ഉപയുക്തമായ ഭൗതിക സംവിധാനങ്ങൾ ഒന്നും ശൈഖിന് ഇന്നില്ല. ഈ ഭൗതിക സംവിധാനം ഇല്ലെങ്കിലും ഷെയ്ഖ് കാണും, ഷെയ്ഖ് കേൾക്കും, ഷെയ്ഖ് അറിയും, ഷെയ്ഖ് ഹാജരാകും എന്ന് വിശ്വസിക്കണമെങ്കിൽ അഭൗതികമായ കഴിവ് ഷെയ്ഖിന് ഉണ്ട് എന്ന് അവൻ വിശ്വസിച്ചേ പറ്റൂ. അപ്പോഴേ ഷെയ്ഖ് വരുന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. എന്നാൽ പിശാച്ചോ മലക്കുകളോ ഇൽമിന്റെ സദസ്സിലോ തിന്മയുടെ സദസ്സിലോ ഉണ്ടാകാമെന്ന് വിശ്വസിച്ചാൽ, മദ്യപിക്കുന്ന സദസ്സിൽ പിശാച്ചുണ്ടാകാമെന്നും ഇൽമിന്റെ മജ്‌ലിസിൽ മലക്കുണ്ടാകാമെന്നും ഒരാൾ വിശ്വസിച്ചാൽ അവിടെ ഒരു അഭൗതികതയും വിശ്വസിക്കേണ്ടതില്ല. കാരണം മലക്കുകൾ ഇവിടെ വരിക എന്നതും അവർ കാണുക എന്നതും അവർ കേൾക്കുക എന്നതും ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുക എന്നുള്ളതും അവരുടെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. മദ്യപാനത്തിന്റെ കേന്ദ്രത്തിൽ പിശാച്ച് വരിക എന്നതും അവൻ പ്രേരിപ്പിക്കുക എന്നതും അവർക്ക് തിന്മ ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക എന്നതും അത് നന്മയായി തോന്നിപ്പിക്കുക എന്നതും അവന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുണ്ട് വിശ്വസിച്ച ശിർക്കല്ല, മറ്റതുണ്ട് വിശ്വസിച്ച ശിർക്കാണ്. സുന്നികൾ ഇവിടെ ഈ പണിയിലൂടെ ചെയ്യുന്നത്, അവർ നൂല് കെട്ടുന്നത്, അവർ ഉറുക്ക് കെട്ടുന്നത്, അവർ അത്തരം രീതികൾ സ്വീകരിക്കുന്നത് സിദ്ധന്മാരായി, തങ്ങന്മാരായി, ബീവിമാരായി, ഹോജമാരായി അവർ കാണുന്ന ആളുകളിൽ നിന്നാണ്. അവർ ഈ നൂല് കൊടുത്താൽ തന്നെ ഇയാളുടെ വാക്കിന് എന്തോ മഹത്വമുണ്ടെന്ന്, ഇയാളുടെ നോട്ടത്തിന് മഹത്വമുണ്ടെന്ന്, ഇയാളുടെ തടവലിന് മഹത്വമുണ്ടെന്ന്, ഇയാളുടെ ഒരു വാക്കിന് മേന്മയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതെല്ലാം അഭൗതികമായ വഴിയിലാണ്. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണ്. എന്നാൽ പിശാചിനെ പൂജിച്ച്, പിശാചിനെ പ്രീതിപ്പെടുത്തി, പിശാചിന് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുത്ത് ഞാൻ നരകത്തിലേക്ക് പോകാനും ആളുകൾ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും സന്നദ്ധനായി നിന്നുകൊടുത്താൽ ശൈത്താന് വലിയ സന്തോഷ. കാരണം ഓനെ പണി എടുക്കാൻ പറ്റുന്ന ആളെ കിട്ടിയല്ലോ, എന്നാ പിന്നെ എന്റെ ഏജന്റായി ഓനെ സ്വീകരിക്കാം. ആ ഏജൻസിക്ക് കൊടുക്കാവുന്ന പരമാവധി ആനുകൂല്യം ഓൻ കൊടുക്കാൻ ശ്രമിക്കും. എന്തിന്? ഈ ഏജന്റിനെ നിലനിർത്താൻ. ഈ ഏജന്റ് മരിച്ചാലും ഈ പണി നിലനിർത്തണം. അതിന് ശൈത്താന് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യും. എന്നാ എന്തും ചെയ്യാൻ കഴിയും വിശ്വസിച്ചാലോ അത് ശിർക്കായി. അപ്പൊ ശൈത്താന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ പല പണികളും ചെയ്യുന്നു. ആ പണിയാണ് സാഹിറിന്, ആ പണിയാണ് ജോത്സ്യന്, ആ പണിയാണ് മായാജാലക്കാരന്, ആ പണിയാണ് ശിർക്ക് ചെയ്യുന്നവന്, ആ പണിയാണ് ജാറമുണ്ടാക്കുന്നവന്, ആ പണിയാണ് മദ്യപിക്കുന്നവന്, ആ പണിയാണ് വ്യഭിചരിക്കുന്നവന് എല്ലാം സഹായം ചെയ്യാൻ അവൻ ഉപയോഗപ്പെടുത്തുന്നത്. അതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കൽ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഉദാഹരണമായി പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് നല്ലതായി തോന്നിപ്പിച്ചു കൊടുക്കും. ഖുർആൻ പറഞ്ഞു. നമ്മളെ ഒരു പ്രഭാഷണം മുഹീദ്ദീൻ ശൈഖ് വന്ന് ഉഷാറാക്കി തരും എന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കന്നെ. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ പിശാച് അവന് നന്മയാക്കി തോന്നിപ്പിക്കുന്നു വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. പിശാച് അവന്റെ കൂട്ടാളികൾക്ക് സന്ദേശം നൽകും. ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് കൂടിയല്ല. മുഹീദ്ദീൻ ശൈഖ് തന്റെ മുരീദന്മാർക്ക് സന്ദേശം കൊടുക്കും വിശ്വസിച്ചാലോ ശിർക്ക് തന്നെയാണ്. പിശാച് തന്റെ മുരീദന്മാർക്ക് സന്ദേശം കൊടുക്കും വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. പ്രമാണം പഠിപ്പിച്ചതാണ്. മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും പിശാച് ചെല്ലുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നാൽ വലതും ഇടത്തും മുന്നും പിന്നിലൂടെയുമായി മുഹീദ്ദീൻ ശൈഖ് ചെല്ലുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കാണ്. അപ്പൊ ഈ വ്യത്യാസം അതിലുണ്ട്. ആ അർത്ഥത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പ്രമാണം പറഞ്ഞതാണ് അവൻ വിശ്വസിച്ചത്. മറ്റൊരു കേവലം മൗഢ്യമായ ഒരു സങ്കല്പം, ഒരു വിശ്വാസം മാത്രമാണ് അവനുള്ളത്. അപ്പൊ അത് രണ്ടും കൂട്ടിക്കൊഴിക്കാൻ വകുപ്പില്ല, അത് അബദ്ധമാണ്. വ്യാഖ്യാനിച്ച് വീണ്ടും കുഴപ്പത്തിൽ ചാടിയല്ലോ. അല്ല, ഒരു വ്യാഖ്യാനം ഞാൻ, അതായത് ഒരു മിനിറ്റ് എന്റെ വക ഒരൊറ്റ വ്യാഖ്യാനം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒന്ന്, അവൻ പറഞ്ഞ ആയത്ത്, അല്ലാഹു പറഞ്ഞ ആയത്ത് ആ ആയത്ത് ഉണ്ടോ ഇല്ലേ? അങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടോ? അവരുടെ കർമ്മങ്ങൾ പിശാച് അവർക്ക് നന്നാക്കി കാണിച്ചു കൊടുക്കും. ഇത് ഖുർആനിലുണ്ടോ ഇല്ലേ? ഒന്ന്. രണ്ട്, പിശാച് അവന്റെ കൂട്ടാളികൾക്ക് സന്ദേശം നൽകും. ഖുർആനിലുണ്ടോ ഇല്ലേ? ഉണ്ട്. എന്താ ഞാൻ വ്യാഖ്യാനിച്ചത്? പറഞ്ഞു കേൾക്കുക, ശ്രദ്ധിക്കുക. അതായത് മൗലവി വ്യാഖ്യാനിച്ചിട്ട് ഇപ്പൊ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് ജിന്ന്, അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന് പുറമെ ആരാധിച്ചാലും ഉത്തരം കിട്ടില്ല എന്നാ തൊട്ട് നേരത്തെ പറഞ്ഞു. ജിന്നിനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് സാഹിറന്മാർ എന്ത് ചെയ്യുന്നു? സിഹർ ചെയ്യുന്നു. അതിന് ഫലമുണ്ടാകുമെന്ന് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സിഹർ ചെയ്ത ജൂതൻ ജിന്നിനെയും മലക്കിനെയൊക്കെ വിളിച്ച് ആരാധിച്ച് പൂജിച്ചൊക്കെ ചെയ്ത കർമ്മങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തതിന് ഫലമുണ്ടായി എങ്കിൽ അള്ളാഹുവിന് പുറമെ ആരെ ആരാധിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന ഖുർആനിന്റെ ആയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒന്ന് 100% പ്രസക്തിയുണ്ട്. പറയും അവിടെയാണ്. അപ്പൊ മറ്റു ക്ലിയർ ആയല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം എന്റെ വ്യാഖ്യാനം അല്ലാതെ മനസ്സിലായല്ലോ. അപ്പൊ അത് മനസ്സിലായല്ലോ. നീ തന്നെ ഉള്ളൂ. ഇത് വിഷയം വേറെയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച വിഷയം വേറെയാണ്. പിശാചിനെ പൂജിച്ചാൽ പിശാച് സഹായിക്കുമെന്നത് ആരാധിച്ചാൽ ഉത്തരം ചെയ്യില്ല എന്നതിന് വിരുദ്ധമല്ലേന്നാ. അതിന് മറ്റൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞ ക്ലിയർ ആയി എന്നാ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ ക്ലിയർ ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ടേക്ക് പോവാ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നു, ഒരാൾ അമൃതാനന്ദമയ്യെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അമൃതാനന്ദമയി ഉത്തരം ചെയ്യില്ല. എന്നാൽ അമൃതാനന്ദമയ്യെ ആരാധിച്ച് അമൃതാനന്ദമയ്യെ പൂജിച്ച് അമൃതാനന്ദമയ്യയുടെ ഒരു ശിഷ്യനായി ഭക്തനായി കൂടിയ ആൾക്ക് അമൃതാനന്ദമയി ഫ്രീ ആയിട്ട് വീടുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാണോ? ഖുർആനെതിരാണോ? പറയട്ടെ ഒക്കെ പറയാം. ഏതായാലും നമ്മൾ മുഴുവനാക്കിയിട്ടേ പോവുള്ളൂ. അതായത് അമൃതാനന്ദമയ്യെ പൂജിക്കുന്ന മനുഷ്യന്, അതല്ലെങ്കിൽ സായിബാബയെ പൂജിക്കുന്ന മനുഷ്യന്, സായിബാബയുടെ ഭക്തനായി മാറിയ മനുഷ്യന് അവർ പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇതും അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞതും എങ്ങനെ വൈരുദ്ധ്യമാകാം? അതങ്ങൾ പറയും. എങ്ങനെ വൈരുദ്ധ്യമാകാന്ന് പറയും. അമൃതാനന്ദമയിയും സായിബാബയും ഒക്കെ തന്നെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന വ്യക്തികൾ. അവർക്കാണെങ്കിൽ വീട് വെച്ചു കൊടുക്കാൻ 10 പേരോട് പറഞ്ഞാൽ അവർ ചെയ്യുകയും ചെയ്യും. ഇവിടെ ജിന്നിനെ പൂജിക്കുന്ന ഒരു സാഗറെ ജിന്നെ വീട് വെച്ച് അവർ ചെയ്യത്തില്ല. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് അഹ്റാഫിലെ 194 മുതലുള്ള വചനങ്ങളിൽ കാണാം, ബഹുദൈവ ആരാധകരായ ആളുകളെ, അന്നവിടെ ജിന്നിനെ ആരാധിക്കുന്നവരുണ്ട്, മലക്കിനെ ആരാധിക്കുന്നവരുണ്ട്, പിശാചിനെ ബീവിയെ തങ്ങളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ആ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് സധൈര്യം പ്രവാചകൻ പറയണം, എന്താണ് ബഹുദൈവ ആരാധകരായ ആളുകളെ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളോട് വിളിച്ചിട്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്, നിങ്ങൾ എനിക്ക് സമയം തരേണ്ടതില്ല, അത് സംഭവിക്കില്ല, അള്ളാഹുവാണ് എന്റെ സഹായി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. എന്നെ വാളെടുത്ത് വെട്ടാനല്ല പ്രവാചകൻ പറഞ്ഞത്, എന്നെ തോക്കെടുത്ത് വെടിയിക്കാനല്ല പറഞ്ഞത്. മറിച്ച് പറഞ്ഞെന്താണ്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അതിൽ എന്താണ് ജിന്നും പെടും എല്ലാവരും പെടും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പൂജിച്ചിട്ട് വിളിച്ചിട്ട് ആരാധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്, അള്ളാഹുവാണ് എന്റെ രക്ഷാധികാരം വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്റാഫ് 7-ാമത്തെ അധ്യായം. അതിന് പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ പറയുന്നില്ലല്ലേ? അപ്പോൾ ഈ ഖുർആൻ, അപ്പൊ ഈ ഹദീസില് നിങ്ങൾ പറഞ്ഞു അല്ല, ആ ഹദീസ് പോട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ, അമൃതാനന്ദമായി ജീവിച്ചിരിപ്പുണ്ട്, അവർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ അമൃതാനന്ദമയോട് പറയാണ്, നമ്മളിപ്പോ പറയാന്ത്, അമൃതാനന്ദമയ്യയുടെ ഭക്തന്മാർ നമ്മൾ പറയാ ഈ ആയത്തോതാ, നിങ്ങൾ അമൃതാനന്ദമയ്യെ പൂജിക്കുന്നുണ്ടല്ലോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ചപ്പോ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ വല്ലതും ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഓല് വല്ലതും ചെയ്താൽ ഈ ആയത്ത് പൊളിയോ? പൊളിയല്ലോ. ഈ ആയത്ത് പൊളിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ആരാധന പൊളിയോ? ആയത്ത് പൊളിയോ? പൊളിയും. കാരണം എന്ന് പറഞ്ഞാല് ആയത്ത് പൊളിയുന്നല്ല, ആയത്തിൽ ആ പറഞ്ഞ ആശയം ശ്രദ്ധിക്കുക. നമ്മൾ ഈ സാധാരണ ഖുറാഫ് മുസ്ലിം ആയത്തിൽ പറയുന്നത് അള്ളാഹു, അത് മനസ്സിലായി. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞു അമൃതാനന്ദമയും സായിബാബയും ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവരെ പൂജിച്ചവർക്ക് അവർ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തേക്കാം, അതിനെതിരല്ല. പിശാചിനെ പൂജിക്കുന്നവർക്ക് പിശാച് ജീവിച്ചിരിപ്പുള്ളവനാണ്, ജിന്നുകൾ ജീവിച്ചിരിപ്പുള്ളവരാണ്. ഈ ജീവിച്ചിരിക്കുന്ന പിശാചിന് അവൻ്റെതായ കഴിവുണ്ട് എന്ന് അതേ ഖുർആനിൽ പറഞ്ഞു. അതേ ഖുർആനിൽ തന്നെ അതേ ഖുർആനിൽ തന്നെ പറഞ്ഞു, പിശാചിന് അവൻ്റെതായ കഴിവുണ്ട്. ആ പിശാച് അവന്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും. നിങ്ങൾ നേരത്തെ പറഞ്ഞു ആ ആയത്തുണ്ട്, യൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും. ഈ ആയത്ത് ഖുർആനിലുണ്ട്. എന്നാൽ പിശാചിനെ പൂജിച്ചാൽ പിശാച് ഉത്തരം ചെയ്യില്ല എന്ന് അതേ ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ ഖുർആൻ വൈരുദ്ധ്യമാണോ? ഒരിക്കലുമല്ല. പൂജിക്കുന്ന ആരാധിക്കപ്പെടുന്ന ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പടപ്പിനും തന്നെ ആരാണോ ആരാധിക്കുന്നത് അവന് ആ ദുആക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല, അത് സംശയമില്ല. എന്നാൽ താൻ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധ്യൻ തൻ്റെ ഭക്തന് തന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന പല സഹായങ്ങളും ഉണ്ടെങ്കിൽ അതവൻ ചെയ്തു കൊടുക്കും. അത് അമ്മ ചെയ്യുന്നു ഇവിടെ,
സായിബാബ ചെയ്യുന്നു ഇവിടെ, സായിബാബനെക്കാൾ ശേഷം അയാളുടെ പിന്മുറക്കാൾ ചെയ്യുന്നു ഇവിടെ എന്ന പോലെ പിശാച് ഇവിടെ എന്തിനാ ഇറങ്ങിയത്? മനുഷ്യൻ നരകത്തിൽ കൊണ്ടുപോകാൻ, ശിർക്ക് ചെയ്യിക്കാൻ. അതുകൊണ്ട് ആ പിശാചിനെ പൂജിച്ച് നരകത്തിലേക്ക് പോകാൻ തയ്യാറായി ഒരുത്തൻ നിൽക്കുമ്പോൾ അവൻ പിശാചിന്റെ ഭക്തനാണ്, അവൻ പിശാചിന്റെ വലിയാണ്, പിശാചിനെ രക്ഷാധികാരി ആക്കിയവനാണ്. അല്ലാഹ് പറയുന്നു യൂഹൂന ഇലാ ഔലിയാഇഹിം, അവന്റെ വലിയുകൾക്ക്, അവന്റെ മിത്രങ്ങൾക്ക് അവൻ സന്ദേശം നൽകും. പിശാചിനെ പൂജിച്ച് പിശാചിന്റെ കൂടെ കൂടി പിശാചിന്റെ മിത്രമായി മാറിയ പിശാചിന്റെ വലിയന്, പിശാചിന്റെ മിത്രത്തിന് പിശാച് സന്ദേശം നൽകും. അതും ഇതേ ഖുർആൻ തന്നെ പറഞ്ഞത്. അത് അഅറാഫിലെ ആയത്തിന് എതിരല്ല. വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഒരാളും ഉത്തരം ചെയ്യില്ല. ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും, നബിയും ഉത്തരം ചെയ്യില്ല, വലിയും ഉത്തരം ചെയ്യില്ല, ജിന്നും ഉത്തരം ചെയ്യില്ല, ശൈത്താനും ഉത്തരം ചെയ്യില്ല, മലക്കും ഉത്തരം ചെയ്യില്ല, ഞാനും നിങ്ങളും ഉത്തരം ചെയ്യില്ല. ലോകത്ത് റബ്ബല്ലാത്ത ഒരു പടപ്പിനും ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. എന്നാൽ എന്നെ പൂജിച്ച് എന്റെ ഒപ്പം കൂടിയാക്ക് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ചെയ്തു കൊടുക്കും. പ്രമാണിമാരെ സേവിച്ച് ഓലൊപ്പം കൂടിയാൽ ഓൻ ചിലപ്പോൾ വണ്ടി വാങ്ങിക്കൊടുക്കും. സ്വാഭാവികല്ലേ? എന്ന പോലെ പിശാചിനെ പൂജിച്ച് പിശാചിനെ ഒപ്പം കൂടിയാൽ ഓനെന്ത് ചെയ്യും? യൂഹൂന ഇലാ ഔലിയാഇഹിം, അവന്റെ മിത്രങ്ങൾക്ക് അവൻ സന്ദേശം നൽകുന്നു. ഈ സന്ദേശം നൽകുന്നു എന്നത് ദുആക്ക് ഉത്തരം ചെയ്യില്ല എന്നതിന് വിരുദ്ധമല്ല. ദുആക്ക് ഉത്തരം ചെയ്യാൻ റബ്ബിനെ കഴിയൂ. പിന്നെ ചെയ്യുന്ന എന്താണ്? തന്റെ ഒപ്പം നരകത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ തനിക്ക് ഓൻ എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക എങ്കിൽ ആ പണികൾ ഓൻ ചെയ്യും. ആ സഹായം സാഹിറിന് കിട്ടുന്നുണ്ട്, ആ സഹായം കാഹിറിന് കിട്ടുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. ഹദീസിൽ മാത്രം വന്നതല്ല. ബുഖാരിയിലെ ഹദീസല്ലേ പ്രശ്നം? ഖുർആനാണ് പറഞ്ഞത്, ഖുർആനാണ് പഠിപ്പിച്ചത്. പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. നമ്മൾ ബുഖാരി വിടുക കുഴപ്പമില്ല, എന്നാൽ വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത് പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ഇത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കാം? പിന്നെ ഖുർആനാണ് പറഞ്ഞത്, ഖുർആനാണ് പഠിപ്പിച്ചത് പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. നമ്മൾ ബുഖാരി വിടുക കുഴപ്പമില്ല, എന്നാൽ വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത് പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ഇത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കാം? പിന്നെ പറയും ബുഖാരിയിലെ ഹദീസിൽ എവിടെയെങ്കിലും ഈ ആയത്ത് പറയും. ബുഖാരി എടുക്കട്ടെ, ബുഖാരി നമ്മൾ എടുത്തിട്ടേ ഇല്ല. ബുഖാരി നമ്മൾ പണ്ട് ചില മനുഷ്യന്മാർ തോട്ടി കയറുന്നതാ, ഞാൻ പിന്നെ എടുത്തോണ്ട് അവിടെ വെക്കട്ടെ. ഇപ്പൊ ഈ ആയത്ത് പറയും യൂഹൂന ഇലാ ഔലിയാ, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും എന്ന് പറയും. ഈ മിത്രമാരാ? ഈ ബോധനം എന്താ? അപ്പൊ സിഹർ ചെയ്യുന്ന സിഹറൊന്നും വേണ്ട, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ബോധനം നൽകട്ടെ, എന്താ കുഴപ്പം? എന്താ ബോധനം നൽകുക? അത് തന്നെയാണ് വസ്വാസ്. ബോധനം അറിയോ? കൈയടിക്കുന്നതിനാ? വിഡിത്തം പറഞ്ഞ കൈയടിക്കൂ. അതായത് വിഡിത്തം കൈയടിക്കും. ശ്രദ്ധിക്കും. അതായത് പിശാചിനെ ഇവിടെ സാഹിർ പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ബോധനങ്ങൾ എന്താണ് പിശാചിന് എന്താണ് അവന്റെ കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഇവിടെ മാരണം ബാധിച്ചതായിട്ട് പറയുന്നത്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിശാചിന്റെ ബോധനം ഉണ്ടാവുകയും 6 മാസത്തോളം കാലം എന്ന് ഇല്ല, ഒരു ദിവസം എവിടെ ഇല്ല. ശരി, ഒരു ദിവസം ഒരു ദിവസവും ഇല്ല. അപ്പൊ 6 മാസക്കാലം ചെയ്യുന്ന കാര്യം ചെയ്യാത്ത കാര്യം ചെയ്തതായി തോന്നുന്നതായും ഒക്കെ ഹദീസുകളിൽ കാണാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിശാച് കേവലം ഒരു സാഹിർ പൂജിച്ചതിന്റെ പേരിൽ അങ്ങനെ മറുപടി കൊടുത്തുകൊണ്ട് പിശാച് ആ രൂപത്തിൽ പ്രവർത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രവാചകനിൽ ലോകത്ത് ഇതുവരെ ആർക്കും ഇങ്ങനെ സിഹർ ബാധിച്ചിട്ടൊരു ഹദീസ് വന്നിട്ടില്ലല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാഹിറിന്റെ ഉദ്ദേശപ്രകാരം അവ ആരാധിച്ച ഒരു പിശാച് യഥാർത്ഥത്തിൽ ആരാധിച്ച് ചെയ്യണമെന്ന് തന്നെ ഹദീസുകൾ എവിടെയില്ല. പിശാചിനെ പൂജിച്ചോ ആരാധിച്ചോ പ്രവാചകനെതിരെ സിഹർ ചെയ്യുന്നു എന്ന് ഹദീസ് താങ്കൾക്കും കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് താങ്കൾ ഹദീസിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ? അപ്പൊ പിശാചിനെ ആരാധിച്ചുകൊണ്ട് ഈ പ്രവാചകനെതിരെ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യം ചെയ്യാത്തതായിട്ടൊക്കെ തോന്നുന്ന രീതിയിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറയുന്ന ആ പ്രവാചകൻ ചെയ്ത കാര്യം ചെയ്യാത്തതായി തോന്നുക. ഈ ഒരു അവസ്ഥ പ്രവാചകൻ ഉണ്ടായി എന്നാണോ? അത് ആര് വിചാരിച്ചിട്ടാ? ഒരു പിശാചിനെ ഉപയോഗപ്പെടുത്തി സാഗർ ചെയ്തെന്ന അങ്ങനെ ഹദീസിൽ എവിടെയും ഇല്ല. ഹദീസിലുള്ള എല്ലാം നിങ്ങൾ പറഞ്ഞു പറയും. അതെ, ഹദീസിൽ എവിടെ ഇല്ല, പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഹദീസിൽ എവിടെ ഇല്ല. സഹോദരൻ, ഇനി മനസ്സിലാക്കുക, ഇത് അള്ളാന്റെ ദീനാണ്. ഇത് നമ്മളെ മാനാളത്തിന് എന്തെങ്കിലും പറയാനും മതി വിശ്വസിക്കാനുള്ളതല്ല. ഇത് കൃത്യമായ വഹ്യു പ്രകാരം പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്.
നിങ്ങൾ പറഞ്ഞു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതേ ഖുർആനാണ് പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ, വഹ്യു പ്രകാരമല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ദീൻ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ദീനായി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം വഹ്യാണ്. ഖുർആനും വഹ്യാണ്, ഹദീസും വഹ്യാണ്, രണ്ടും വഹ്യാണ്. അല്ലെങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ദീനായിട്ട് ഖുർആൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ദീനിന്റെ ഭാഗമായി നിങ്ങൾ കേൾക്കി, ഒന്ന് സ്വസ്ഥമായി ഇത് കേൾക്കി. ദീനിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ 23 കൊല്ലം എന്തെല്ലാം പഠിപ്പിച്ചുവോ അത് മുഴുവനും വഹ്യാണ്. വഹ്യില്ലാതെ നബി ദീൻ പറഞ്ഞിട്ടില്ല. ദീൻ പറയുന്ന സ്വഭാവക്കാരനല്ല അല്ലാഹുവിന്റെ റസൂൽ. എന്തു പറഞ്ഞാലും ദീനിന്റെ ഭാഗമായി നബി എന്തു പറഞ്ഞോ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ, വഹ്യു പ്രകാരമല്ലാതെ നബി സംസാരിക്കില്ല. ആ നബി നമ്മോട് പഠിപ്പിച്ചു തന്നതാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതേപോലെ ഹദീസുകളും. ആ ഹദീസിലാണ് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത്. ഇത് ഇമാം ബുഖാരി പറഞ്ഞതല്ല. നബിക്ക് ഇങ്ങനെ ഉണ്ടായി, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു. ആ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. നബി പറഞ്ഞോ ഇല്ലേ നമുക്ക് അന്വേഷിക്കാം. 6 മാസം ഒരു ശൈത്താൻ നബിന്റെ പിന്നാലെ കൂടി എന്ന് ബുഖാരിയിലില്ല. അത് വേറെ ചില ശൈത്താന്മാര് പറഞ്ഞുണ്ടാക്കിയത. നബി അങ്ങനെ പറഞ്ഞിട്ടില്ല, ബുഖാരിയിൽ അങ്ങനെ ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴുള്ള ഒന്നും ഹദീസിലില്ല. ഇനി ഹദീസുള്ളത് എന്താ ഞാൻ പറഞ്ഞുതരാം. അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ബുഖാരി പരിഭാഷന് വായിക്കാം. അതാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് സ്വീകാര്യമാവുക. അല്ല നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏകദേശം നേരിൽ കണ്ടാൽ നമുക്കറിയാം സാധനം എന്താണുള്ളത്. അപ്പൊ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പരിഭാഷന് വായിക്കാം. ഞാൻ പറ്റൂലെങ്കിൽ ബുഖാരി വേറെ വായിച്ചരാം. അല്ല ആക്ഷേപമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞ ആക്ഷേപമില്ലല്ലോ. അബ്ദുസ്സലാം സുല്ലമി സ്വഹീൽ ബുഖാരിക്ക് എഴുതിയ പരിഭാഷ, ആ പരിഭാഷയിൽ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബ്രാക്കറ്റിൽ മാരണം ബാധിച്ചു. ആയിഷ ബീവി പറയാൻ നബിക്ക് മാരണം ബാധിച്ചു, നിങ്ങൾ പറയാൻ വിശ്വസിക്കാൻ പറ്റൂല. ഒന്ന് അബ്ദുസ്സലാം സുല്ലമി കൊടുത്ത അർത്ഥം, താൻ യഥാർത്ഥത്തിൽ ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്തതായി നബിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ശേഷം അവിടുന്ന് പറഞ്ഞു, എനിക്ക് സുഖം പ്രാപിക്കാൻ വേണ്ട മാർഗം അല്ലാഹു അറിയിച്ചു തന്നത് ആയിഷ നീ അറിഞ്ഞോ? 2 ആളുകൾ എൻ്റെ അടുക്കൽ വന്നു. ഒരാൾ എൻ്റെ തലക്ക് സമീപവും മറ്റേയാൾ എൻ്റെ 2 കാലുകൾക്കരികിലും ഇരുന്നു. ഒരാൾ മറ്റേയാളോട് ചോദിച്ചു, ഈ മനുഷ്യന്റെ രോഗമെന്താണ്? അദ്ദേഹത്തെ സിഹ്ർ ബാധിച്ചിരിക്കുകയാണെന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു. ആരായി മറ്റേയാളും ഒന്നാമത്തെ ആളും? 2 മലക്കുകളാണ്. അപ്പൊ മലക്ക് ചോദിക്കുക മറ്റേ മലക്കിനോട് ഇയാൾക്ക് എന്തു പറ്റി? അപ്പൊ മലക്കിന്റെ മറുപടി സിഹ്ർ ബാധിച്ചതാണ്. അത് ആയിഷ ബീവി നമുക്ക് പറഞ്ഞു എന്ന് അബ്ദുസ്സലാം സുല്ലമി തന്നെ അർത്ഥം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ആരാണ് മാരണം ചെയ്തത്? ആദ്യത്തെ മനുഷ്യൻ ബ്രാക്കറ്റിൽ മലക്ക് ചോദിച്ചു. ലബീദ് ഇബ്നു അയ്സം ആണെന്ന് മറ്റേയാൾ പ്രത്യുത്തരം നൽകി. സിഹിറിന് എന്താണ് അയാൾ ഉപയോഗിച്ചത്? രണ്ടാമൻ പറഞ്ഞു, ചീർപ്പും മുടിയും, അല്ലെങ്കിൽ പരുത്തി, ഈത്തപ്പനയുടെ ആൺകുലയുടെ കൂമ്പാളയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെയാണത്? ഒന്നാമൻ ചോദിച്ചു. ദർവാൻ കിണറ്റിലാണ് ഉള്ളതെന്ന് രണ്ടാമൻ മറുപടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പുറപ്പെട്ടു. മടങ്ങി വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അവിടുത്തെ ഈത്തപ്പനകൾ ശൈത്വാന്മാരുടെ തല പോലെയുണ്ട്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ ആയിഷ ചോദിച്ചു, അവിടുന്ന് അത് പുറത്തേക്കെടുത്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇപ്പോൾ അല്ലാഹു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അത് പുറത്തെടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നീട് ആ കിണർ മൂടിക്കളഞ്ഞു. സ്വഹീൽ ബുഖാരി പരിഭാഷ 3160. ഇത് അബ്ദുസ്സലാം സുല്ലമി കൊടുത്ത അർത്ഥമാണ്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും ശരി, ഹദീസിന്റെ അർത്ഥം അങ്ങനെ തന്നെ ആണ് താനും. അതിൽ വ്യത്യാസം അയാൾ വരുത്തിയിട്ടില്ല. സാധാരണ വരുത്തലുണ്ട്, ഇതിന് വരുത്തിയിട്ടില്ല. മൂപ്പര് പിന്നെ ശേഷം കൊടുത്തു, ഇതിന്റെ സ്വീകാര്യത പരിശോധനാ വിധേയമാണ്. പറയാൻ സ്വാതന്ത്ര്യമുണ്ട്.
പലരും പരിശോധിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കുഴപ്പമില്ല, സ്വീകരിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എത്രേ പറഞ്ഞുള്ളൂ, സ്വീകാര്യത പരിശോധിക്കണം. പരിശോധിച്ചപ്പോൾ സ്വീകരിക്കാൻ പറ്റിയതാണ്. പോരായ്മകൾ അതിന്റെ പരമ്പരയിൽ ലോകത്തൊരാളും ഉന്നയിച്ചിട്ടില്ല. ആ ഹദീസ് സ്വഹീഹ് അല്ലാന്നോ ദുർബലമാണെന്നോ ഖുർആനെതിരാണെന്നോ ബുദ്ധിക്കെതിരാണ് എന്നോ തൗഹീദിനെതിരാണ് എന്നോ ലോകത്ത് മുഅ്തസിലികൾ പറഞ്ഞിട്ടുണ്ട്. വേറെ അഹ്ലുസുന്നയിൽ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം ഈ ഹദീസിൽ വന്ന കാര്യം. ഇതാണ് ഹദീസിൽ വന്ന പദപ്രയോഗങ്ങൾ. ഇനി ഈ പുതിയ ശബാബിൽ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടി വായിച്ചുതരാം. പുതിയ ശബാബിൽ ഫെബ്രുവരി 22 ശബാബിൽ ഇതേ ഹദീസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പോഴാണ് ഇത് ഖുർആനെതിരാവുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു വന്ന ബുഖാരിയിലെ ഹദീസ് ഖുർആനിലെ 2 ആയത്തുകൾക്ക് വിരുദ്ധമാണ്. ശബാബിൽ എഴുതാൻ ബുഖാരിയിലെ 2 ആയത്തുകൾക്ക് വിരുദ്ധം. ഏതായത്ത്? അതിൽ കടുത്ത പ്രവാചക നിന്ദയുണ്ട്. സാഹിറിന് ബ്രാക്കറ്റിൽ മാരണക്കാരൻ എങ്ങനെ വന്നാലും വിജയമുണ്ടാവുക ഇല്ല എന്ന് ഖുർആൻ സൂറത്തു തോഹയിൽ പറയുമ്പോൾ ലബീദ് എന്ന മാരണക്കാരൻ 101% വിജയിച്ചു എന്ന് ബുഖാരിയിലെ ഹദീസ് പറയുന്നു. ഹദീസ് നമ്മളിപ്പോ വായിച്ചല്ലോ. ഈ ഹദീസിൽ പറഞ്ഞോ 101% വിജയിച്ചു എന്ന്? ഇല്ല. പിന്നെ ലബീദ് 100% തോറ്റു എന്നുള്ളത്. ഓൻ സിഹ്ർ ചെയ്തു, ഓൻ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹ് പരാജയപ്പെടുത്തി. അള്ളാഹ് മലക്കുകളെ പറഞ്ഞയച്ചു, സംഗതി വെളിച്ചത്ത് കൊണ്ടുവന്നു, പ്രതിവിധി കാണിച്ചു കൊടുത്തു. നബി ആ പ്രതിവിധി ചെയ്തു, നബിക്ക് സുഖമായി. അപ്പൊ ലബീദ് തോറ്റു. അതാ അള്ളാഹ് പറഞ്ഞത്, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സാഹിർ മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല. അങ്ങനെ ഇരിക്കുക, നമുക്ക് ആ സിഹ്ർ ഒന്ന് പഠിക്കുക. പണ്ട് അനസ് മുസ്ലിമൊക്കെ ചെയ്തിരുന്നു, ഇപ്പൊ 30 നിർത്തിക്കണേ. അപ്പൊ നമ്മൾ ഇങ്ങനെയെങ്കിലും സലാം സ്വലമെ നമുക്ക് പഠിക്കാം. അപ്പൊ മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്നാണ് ആയത്ത്. ഈ ആയത്തിന് അപ്പുറപ്പുള്ള ആയത്ത് എന്താ? ഏത് സമയത്താ പറഞ്ഞത്? ഈ ആയത്തിന് ഈ ഹദീസ് എതിരാണ് എന്നാണ് ശബാബിൽ. നിങ്ങൾ ഏതായാലും ബുഖാരി കണ്ടിട്ടില്ല, ഹദീസ് ബുഖാരിന്ന് വായിച്ചിട്ടില്ല എന്നാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വായിച്ചോ പറയട്ടെ. ഈ ഹദീസ് ആയത്തിനെതിരാണ് എന്നാണ് പറഞ്ഞത്. ഈ ആയത്ത് മൂസാ നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ഫിർഔന്റെ മുമ്പിൽ വന്നു, ഫിർഔന് ഇത് സിഹ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ വാദപ്രതിവാദത്തിന് വേദി ഒരുങ്ങി. അങ്ങനെ എല്ലാവരും വന്നു. അവർ ചോദിച്ചു, മൂസ നീയാണോ ആദ്യം ഇടുക അതോ ഞങ്ങളാണോ ഇടേണ്ടത്? മൂസാ നബി പറഞ്ഞു, ഖാല ബൽ അൽഖൂ, നിങ്ങൾ ഇട്ടുകൊള്ളുക. ഫൈദാ ഹിബാലുഹും വഇസിയ്യുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അൻഹാ തസ്ആ. അപ്പോൾ അവരുടെ വടികളും കയറുകളും അവരുടെ സിഹ്ർ നിമിത്തം അത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പേടിച്ചു. അപ്പൊ അല്ലാഹ് വിളിച്ചു, നീ പേടിക്കേണ്ടതില്ല. വഅൽഖി മാ ഫീ യമീനിക്, താങ്കളുടെ വലത്തെ കൈയിലുള്ള വടി താങ്കൾ ഇട്ടുകൊള്ളുക. തൽഖഫ് മാ സ്വനഉ, അവർ ചെയ്തതിനെ അത് വിഴുങ്ങും. ഇന്നമാ സ്വനഉ കൈദു സാഹിർ, അവർ ഉണ്ടാക്കിയത് സാഹിറിന്റെ മാരണക്കാരന്റെ തന്ത്രം മാത്രമാണ്. വലാ യുഫ്ലിഹു സാഹിർ ഹൈസു അതാ, മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? മാരണക്കാരൻ വടിയിട്ടു, കയറിട്ടു, അത് പാമ്പാകുന്നു മൂസാ നബിക്ക് തോന്നി. അല്ലാഹ് പറയാ മാരണക്കാരൻ വിജയിക്കൂല. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം എന്നൊരുത്തം പറയോ? വടിയും കയറും ഇട്ടു, ഇത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അത് ഖുർആനെതിരാണോ? അല്ല. ഇവിടെ പറഞ്ഞ എന്താ? നബി തങ്ങൾ ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്തതായി നബിക്ക് തോന്നി. അത് ഖുർആനെതിരെ. അതെങ്ങനെയാ? അല്ലാഹ് പറയുന്നത്, ഇവര് വടിയിട്ടപ്പോൾ അവരെ സിഹ്റിന് മൂലം ഇത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അത് ഖുർആനെതിരല്ല. ലബീദ് ഈത്തപ്പനയുടെ കൂമ്പാള ഇട്ടപ്പോൾ അത് മുഖേന നബി തങ്ങൾക്ക് ചെയ്യാത്ത ചില പണി ചെയ്തു എന്ന് തോന്നി. അത് ഖുർആനെതിരെ. ആയത്തേതാ? വമാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സാഹിർ വിജയിക്കൂല. അപ്പൊ മൂസാ നബിക്ക് തോന്നി എന്ന് പറഞ്ഞോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണില്ല. ചോദ്യം ചോദിക്കാൻ മാത്രാവല്ലേ, വളരെ വിലപ്പെട്ട സമയമാണ്. ഒരുപാട് മനുഷ്യന്മാർ ബാക്കിലുണ്ട്. നിങ്ങൾ ഉത്തരം പഠിയണ്ടേ? ഒരു ഹദീസല്ല ഒന്നുമില്ലെങ്കിൽ ശരിക്കും കേക്ക്. നമുക്ക് ചെറിയ പ്രതീക്ഷകളെ പറ്റിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ
അപ്പൊ ഇവിടെ മൂസാ നബിക്ക് തോന്നി എന്ന് ഖുർആൻ പറഞ്ഞു. അത് വലാ യുഫ്ലിഹു സാഹിറു എന്നതിനെതിരല്ല. മുഹമ്മദ് നബിക്ക് തോന്നി എന്ന് ഹദീസിൽ വന്നു. അത് ഖുർആനെതിരും. അത് ശരിയല്ല. ഒന്ന്. ഇനി മറ്റൊന്ന് എന്നിട്ട് പറയാം. അപ്പൊ 101% ലബീദ് വിജയിച്ചു എന്ന് ബുഖാരിയിലില്ല. അത് ഒരു കളവ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബീദിനെ ഭയപ്പെട്ടു. അതും ബുഖാരിയിലില്ല. എവിടെയില്ല. ഈ ഖലീൽ ബുഖാരി പറഞ്ഞ നമുക്കറിയില്ല. ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിലും വന്നിട്ടില്ല നബി ലബീദിനെ ഭയപ്പെട്ടു എന്നില്ല. പിന്നെ ക്ഷുദ്ര വസ്തുക്കൾ ദർവാണി കിണറ്റിൽ നിന്നും എടുക്കാനുള്ള നിർദ്ദേശം നൽകാനായി അള്ളാഹു 2 മലക്കുകളെ അയച്ചിട്ടും ഫലമുണ്ടായില്ല. അല്ല 2 മലക്കുകളെ പറഞ്ഞയച്ചു. പക്ഷേ അല്ല പറഞ്ഞയച്ചു എന്നല്ല, സംഗതി നടന്നില്ല. ശബാബ് എഴുതുക. അടുത്തത്, കിണറ്റിനടുത്തേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഈത്തപ്പനകളെ തല കണ്ടപ്പോൾ തന്നെ പേടിച്ചു. ഹദീസ് നമ്മൾ വായിച്ചെന്താ? നബി പറഞ്ഞു, ആയിഷ, അവിടുത്തെ ഈത്തപ്പനകൾ ശൈത്വാന്മാരുടെ തല പോലെയുണ്ട്. ശബാബുകാരൻ എന്താക്കി? ഈത്തപ്പന കണ്ടപ്പോ നബി പേടിച്ചു. പേടിച്ചു അവിടെ ഇല്ല. ഇങ്ങനെയാണ് ഖുർആൻ എതിരാവല്. പിന്നെ ക്ഷുദ്ര വസ്തുക്കൾ എടുക്കാതെ മടങ്ങിപ്പോന്നു. അള്ളാഹുവിന്റെ ദൗത്യവും പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ ദൗത്യം പരാജയപ്പെട്ടു. പിന്നെ ആ വസ്തുക്കൾ ഇനി എടുക്കുന്ന പക്ഷം മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഭയാനകമായിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടുവെന്ന് നബി പറയുമ്പോൾ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ ഉള്ളത്? ഈ സാധനം പുറത്തെടുത്താൽ അത് മുഖേന മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഭയാനകമായിരിക്കും. ഹദീസിൽ വന്നത് എന്താ? ഇനി അത് പുറത്തെടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമാകുന്ന. ഇത് പുറത്തെടുത്ത സ്വഹാബികളൊക്കെ മനസ്സിലാക്കി ഇവൻ നബിക്കെതിരെ എങ്ങനെ പണിപ്പിച്ചു. അപ്പൊ ഓലൊക്കെ പടയളകും, ഓല് പ്രശ്നം ഉണ്ടാക്കും, അവിടെ ഒരു കലാപുണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ നിൽക്കണ്ട, ഏതായാലും അസുഖം മാറിയല്ലോ, പ്രശ്നം തീർന്നല്ലോ, ഈ എടുക്കേണ്ട ആവശ്യമില്ല. അതെന്താക്കി? ഈ സാധനം പുറത്തെടുത്താല് അത് മുഖേന വ്യാപകമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചു എന്ന് നബി പറയുമ്പോൾ അള്ളാഹുവിനുള്ള തവക്കുൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ തവക്കുല് നബിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഈ ഹദീസ് പറയുന്നു. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണമായ സ്ഥല കാല ജല ഭ്രംശം സംഭവിച്ചു എന്ന് ഈ ഹദീസിൽ ഉണ്ട്. ഉണ്ടോ? ഹദീസിൽ ഉണ്ടോ? ഇല്ല. സ്ഥല കാല ജല ഭ്രംശം എന്ന ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണം ഈ ഹദീസിലുണ്ട്. അതില്ല. പിന്നെ കഴിഞ്ഞില്ല. ക്ഷുദ്ര വസ്തുക്കൾ എടുക്കാൻ മറ്റാർക്കും ധൈര്യമില്ലാത്തതിനാലാവാം ആ കിണർ പിന്നീട് മൂടിക്കളഞ്ഞു എന്ന ഹദീസിലുള്ളത്. മൂടിക്കളഞ്ഞു ഹദീസിലുണ്ട്. എടുക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ല, അത് ഇയാളെ വക. എടുത്തു എന്നുണ്ട്, എടുത്തു, ഇട്ടു, കിണറ് മൂടി. ഞാൻ അതിന്റെ പേരിൽ വേറെ കുഴപ്പങ്ങൾ നാട്ടിൽ വേണ്ട. എന്നിട്ട് സാഹചര്യ തെളിവുകളും പാരമ്പര്യ തെളിവുകളും ഈ ഹദീസിനെതിരാണ്. ഒന്നും എതിരല്ല. മൂപ്പര് മനസ്സിലാക്കിയുള്ള സാഹചര്യം ഉണ്ട്. അതെന്താ? ശേഷം പറയുന്നു, മദീന പള്ളിയിലെ ഇമാമ കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച ഈ ഭ്രാന്തമായ അവസ്ഥ. ആരെ കുറിച്ചായി പറയണത്? ഭ്രാന്തമായ അവസ്ഥ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും അറിഞ്ഞില്ല. ആരെ പറഞ്ഞു ഇയാളോട്? സിദ്ദീഖ് അറിഞ്ഞില്ലാന്ന്. എവിടുന്ന് കിട്ടി? അബൂബക്കർ സിദ്ദീഖ് അറിഞ്ഞില്ലാന്ന് എവിടുന്ന് കിട്ടി? മൂപ്പരാണ്ട് ഒപ്പിക്കന്നെ. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത ഒരു ഭാര്യയും അറിഞ്ഞില്ല. അതെവിടുന്ന് കിട്ടി? അതുമില്ല. പല സ്വഹാബികളും ഉദ്ധരിച്ചിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല എന്നല്ല. ഇത് ഈ ശബാബിൽ എഴുതിയതാരാ? അബ്ദുറഹ്മാൻ ഇരുവേറ്റി. അബ്ദുറഹ്മാൻ ഇരുവേറ്റി മൂപ്പർക്ക് ഒരു കൊല്ലത്തേക്ക് മാത്രം സസ്പെൻഷൻ മാത്രം. പോസ്റ്റ് മാസ്റ്ററെ ഈ ഹദീസ് തള്ളല്ല എന്ന് പറഞ്ഞാല് ഓനെ പ്രാഥമിക അംഗത്വം കട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ പ്രസക്തം. നേരത്തെ ഫസ്റ്റ് ആൾ ചോദിച്ചിട്ടുണ്ടല്ലോ, രണ്ടും ഒന്നല്ലേ ആകണത്? അവിടേക്കായി പോക്ക്.
അബ്ദുറഹ്മാൻ 40 കൊല്ലം കേരള മെമ്പർമക്കേരി ഇത്തഖുല്ലാന്ന് ഖുതുബ നടത്തിയ മനുഷ്യൻ, അയാൾ പറയാ, എന്നിട്ട് ഹെഡിങ് എന്താ, അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അത് ടി കെ എസ് എഫ് പറഞ്ഞല്ലോ. ടി കെ എസ് എഫ് പറഞ്ഞല്ലോ അർത്ഥ മദ്യപിച്ചാല് മദ്യത്തിന് അടിമപ്പെടും, അഡിക്റ്റാകും എന്ന് ക്ലാസ് എടുത്തപ്പോ ഒരാളെ പറഞ്ഞു, വെറുതെ പറയാ, ഞാൻ 25 കൊല്ലമായിട്ട് മുടങ്ങാതെ മദ്യപിക്കുന്നു, ഞാൻ എന്തിനും അഡിക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തെ, ഇതില് നമ്മൾ വൈകാരികത ഒഴിവാക്കിയിട്ട് ഇത് ഒരു ഹദീസാണ്. ഒരു ഹദീസ് വന്നാൽ അതിനോട് സ്വീകരിക്കേണ്ടെന്ന ഒരു മര്യാദ ഉണ്ട്, അതിനോട് സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡമുണ്ട്. ഈ ഹദീസ് നമ്മൾ മാത്രം കണ്ടതല്ല, ഈ ഹദീസ് നമ്മുടെ കാലത്ത് മാത്രം ഉണ്ടായി വന്ന സാധനവുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വലിച്ചെറിയാം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ആയിഷ ബീവി അടക്കമുള്ള സ്വഹാബിമാർ ഉദ്ധരിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ആയിഷ ബീവി മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, മറ്റു പല സ്വഹാബിമാരും നബിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി മാത്രമല്ല ഉദ്ധരിച്ചത്, ബുഖാരി ഇമാം 6 തവണ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മാലിക് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഖുർആൻ മുഫസ്സിറുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അഖീദ പഠിപ്പിച്ച പണ്ഡിതന്മാർ, അവരിൽ ഒട്ടുമിക്ക പേരും സിഹറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ ലോകത്ത് ഒരാളും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒരാളും ഈ ഹദീസ് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഹദീസ് ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരൻ, താങ്കൾക്ക് ദീനിയായ താല്പര്യവും ഇത് അംഗീകരിച്ചാൽ തൗഹീദ് പൊളിയുമോ എന്ന പേടിയും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞലാകുമോ എന്ന ആശങ്കയുമാണ് താങ്കൾക്കുള്ളതെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത്, താങ്കൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും പണ്ഡിതനോട് ചോദിക്കുക, ഇത് ഖുർആനിനെതിരാണെന്നോ, ഇത് ബുദ്ധിക്കെതിരാണെന്നോ, ഇത് ദുർബലമാണെന്നോ, തൗഹീദിന് വിരുദ്ധമാണെന്നോ ലോകത്ത് ആരാണ് 14 പറഞ്ഞത്? ലോകത്ത് 14 ഇതാര് പറഞ്ഞു? മുഅ്തസിലിയാക്കളെ അല്ലാതെ അഹ്ലുസുന്നയുടെ ഒരു ടീമിനെയും കിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമി ഈ വാദം കൊണ്ടുവന്നപ്പോൾ നമ്മൾ പല സ്ഥലത്തും എഴുതി ഇത് മുഅ്തസിലി ചിന്താഗതിയാണ്. എന്നിട്ട് ജിന്ന് പിശാച് സിഹ്ർ എന്ന പേരിൽ അയാൾ പുസ്തകം എഴുതിയപ്പോൾ അയാൾ പറഞ്ഞെന്താ, മുഅ്തസിലികളാണ് സിഹ്ർ നിഷേധിച്ചത് എന്ന് അവർ എനിക്കെതിരെ പറയുന്നു. എന്നാൽ മുഅ്തസിലികൾ മാത്രമല്ല, ഒറ്റപ്പെട്ട മറ്റു ചിലരും അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. മുഅ്തസിലികൾ മാത്രമല്ല, വേറെ ചില ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മുഅ്തസിലികളുടെ പണിയാണ് ഇത്. അതുകൊണ്ട് സഹോദരൻ, ആത്മാർത്ഥമായിട്ടാണ് ചോദ്യമെങ്കിൽ, അതല്ല ഒരു മുഖാമുഖം കേട്ടപ്പോൾ അമ്മയോട് പോയിട്ട് ഉള്ള സമയത്ത് അമ്മ എടുക്കുക എന്നാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. അതേസമയം ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിലൊരു ആശങ്കയും എന്താ റബ്ബേ ഇങ്ങനെ ഹദീസ് വന്നു എന്നുമുള്ള ബേജാറാണെങ്കിൽ താങ്കൾ അന്വേഷിക്കാതാണ് ഈ ഹദീസ് ഖുർആനെതിരാണെന്ന്, ഇത് ബുദ്ധിക്കെതിരാണെന്ന്, ഇത് തൗഹീദിനെതിരാണെന്ന്, ഇത് നബിതങ്ങൾ ആക്ഷേപിക്കലാണെന്ന്, ഇത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിനെതിരാണെന്ന് ലോകത്ത് ഇതിനു മുമ്പ് ആര് പറഞ്ഞു? ഇതിനു മുമ്പ് അബ്ദുസ്സലാം സുല്ലമി പറയുന്നതിന് മുമ്പ് ലോകത്ത് അഹ്ലുസുന്നയുടെ പേരിൽ അറിയപ്പെട്ട ഏതു പണ്ഡിതനാണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് സൗകര്യമുണ്ടെങ്കിൽ താങ്കളൊന്ന് പോയി അന്വേഷിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടെ വെച്ചിട്ട് സാഹറുകൾ കാണിച്ചതിനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംഭവിച്ച സിഹറിനെയും ഒത്തൊരുമിച്ച് കൂട്ടിയിണക്കി കൊണ്ടുപോയി രക്ഷപ്പെടാനുള്ള പഴുത് ശരിയല്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കാണുന്ന കാര്യം അദ്ദേഹം പേടിച്ചത്, അദ്ദേഹം ഒരു മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും പാമ്പിനെ കണ്ടാൽ പേടിക്കും, അദ്ദേഹത്തിന് മാജിക് അറിയില്ല. അതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പണിയാണ് ഇവിടെ പ്രവാചകന്റെ സിഹർ. നമ്മൾ മനസ്സിലാക്കണം, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് മുമ്പ് ശംസീദ് പാലത്ത് ഓടിച്ചിട്ട് കുത്തുന്നത് അത് തെറ്റോ എന്ന് ചോദിക്കും പോലെ ആയിപ്പോയി. ഭൗതികമായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചല്ല സാഗർ മാരണം ചെയ്തത്. മറിച്ച് അദ്ദേഹം പ്രവാചകൻ കാണാത്ത ഏതോ ഒരു സ്ഥലത്ത് കിടന്ന ഒരു സംഭവം നടന്നതിനെ പിന്നീട് പ്രവാചകൻ അറിയുകയും പ്രവാചകൻ ബാധിക്കുകയും ചെയ്തിട്ട് ഹദീസ് വരുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഭവം ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അവിടെ എന്താ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ നേർക്ക് നേരെ വടി പാമ്പാകുന്ന കാഴ്ച അദ്ദേഹം കാണുന്നു, ഭയപ്പെടുന്നു. ആ ഭയപ്പെടലാണോ ഇത്? ഇതങ്ങനെയല്ല, ഇത് അഭൗതികമായ ഭയപ്പെടലാണ്. ഇതിൽ ഭൗതികമായ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഏൽക്കുന്നില്ല.
മറിച്ച് എവിടെയോ കുഴിച്ചിട്ടത് മൂലം പ്രവാചകന് ചില തോന്നലുകൾ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? കുഴിയിൽ കിടക്കുന്ന ഔലിയാക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന സുന്നിയും കുഴിയിൽ കിടക്കുന്ന മുടിയും പൂവിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് പറയും. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയറായി. ഇനിയിപ്പോ മൂസാ നബിയും ഇതും കൂടി കമ്പയർ ചെയ്യാൻ പറ്റൂല എന്നാ. ഒരു വിഷയത്തിൽ പറ്റും. ഏത് വിഷയത്തില്? മൂസാ നബിയുടെ വിഷയം നമ്മൾ എന്തിനാ എടുത്തിട്ടത്? നിങ്ങളാണ് ആദ്യം ശബാബ് ഖാന കമ്പയർ ചെയ്തത്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്താന്ന് പറഞ്ഞത് മൂസാ നബിന്റെ സംഭവത്തിലാണ്. മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്ന് അള്ളാഹ് പറഞ്ഞ എവിടെയാ? മൂസാ നബിന്റെ കാര്യത്തിലാണ്. ആ ആയത്ത് ഈ ഹദീസ് എതിരെ നിങ്ങണ്ടാ കൊണ്ടുവന്നത്. അതിനും ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല, എതിരല്ല, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മാരണക്കാരൻ സാഹിർ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്ന് പറഞ്ഞ അവിടെ തന്നെ അള്ളാഹ് എന്ത് പറഞ്ഞു? ആ സാഹിർ വടിയും കയറും ഇട്ടപ്പോ മൂസാ നബിക്ക് തോന്നി ഇത് പാമ്പായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാമ്പായിട്ടില്ലല്ലോ, നേക്കുന്നതിന് പാമ്പായിട്ടില്ല, വടി പാമ്പായിട്ടില്ല, അത് വടി തന്നെയാണ്, പാമ്പായി മാറിയിട്ടില്ല. പിന്നെ യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം, അവരുടെ സിഹിർ മുഖേന മൂസാ നബിക്ക് തോന്നി ഇത് പാമ്പായി. എന്നാ സാഹിർ വിജയിക്കൂല. ഈ തോന്നിപ്പിക്കുക എന്ന പണിയിൽ സാഹിർ വിജയിച്ചല്ലോ. നേക്കുന്നതിനെ കണ്ടില്ല എന്നുള്ള പ്രശ്നം ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങൾക്കെതിരെ ഒരാൾ ഇപ്പൊ വന്നത് ആക്രമിക്കാൻ വന്നു, നിങ്ങൾ പേടിക്കും. നിങ്ങളോട് പറയാ അപ്പുറത്ത് ഇന്ന ടൗണിൽ ഇന്ന ലോഡ്ജിൽ 4 ആൾ നിങ്ങൾക്കെതിരെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, നിങ്ങൾ അപായപ്പെടുത്താൻ, പേടിക്കൂലേ? മുന്നിൽ കാണില്ല, ഞാൻ പേടിക്കൂല എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ മുന്നിൽ കണ്ടില്ലെന്നല്ല, മറിച്ച് അവിടെ ആ സാഹചര്യങ്ങൾ ചെയ്തത് എന്താ? വടിയിട്ട് പാമ്പാക്കി മൂസ നീ ചെയ്യുന്ന സിഹിർ, ഞങ്ങൾ ചെയ്യണം സിഹിർ എന്ന് ബോധ്യപ്പെടുത്താനാ ഓല് വന്നത്. അതിന് ഒരു കയറിട്ടു, വടിയിട്ടു. ഓല് കയറും വടിയും ഇട്ടപ്പോ മൂസാ നബിക്ക് തോന്നി ഇത് ഓടുന്നു. ആ സാഹിർ വിജയിച്ചോ ഇല്ലേ? തോന്നിപ്പിക്കുക എന്ന പണിയിൽ വിജയിച്ചു. പക്ഷെ അള്ളാഹ് ഇടപെട്ടു. അള്ളാഹ് പറഞ്ഞു മൂസ ഇത് സിഹിറാണ്, പേടിക്കണ്ട. വിജയിച്ചിട്ടാണല്ലോ മൂസാ നബി പേടിച്ചത്. പാമ്പായി തോന്നിയിട്ടാണല്ലോ മൂസാ നബി പേടിച്ചത്. അപ്പൊ അള്ളാഹ് വിളിച്ചു, പേടിക്കണ്ട, ഇട്ടോ താങ്കളുടേത്, വിഴുങ്ങിക്കൊള്ളും, ഓൻ വിജയിക്കൂല. അപ്പൊ തോറ്റു. ലബീദ് ബിൻ അസ്സം നിർവാൺ കിണറ്റിൽ കൊണ്ടുപോയി സിഹിർ ചെയ്ത സാധനം നിക്ഷേപിച്ചു. മുഹമ്മദ് നബിക്ക് തോന്നി ചില തോന്നലുകൾ. അള്ളാഹ് ഇടപെട്ടു. അള്ളാഹ് മലക്കിനെ പറഞ്ഞയച്ചു. നബിയോട് പറഞ്ഞു, ഇതാ ഇന്ന സ്ഥലത്ത് ഇന്നാൾ ചെയ്തിട്ടുണ്ട്, പോയി എന്ത് ചെയ്യാ? നശിപ്പിക്കുക. സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. നോക്കുമ്പോ സാധനം അവിടെ ഉണ്ട്. മലക്കൾ പറഞ്ഞ സംഗതി സത്യം. ചെന്നപ്പോ സാധനം അവിടെ ഉണ്ട്. പുറത്തെടുക്കണ്ട തീരുമാനിച്ചു. അങ്ങോട്ട് തന്നെ ഇട്ടു. കിണറ് മൂടിക്കളഞ്ഞു. സുഖമായി. ഓൻ വിജയിച്ചില്ല, ഓൻ തോറ്റു. ഇത് ഒന്ന് വൈരുദ്ധ്യമാണ്, മറ്റും വൈരുദ്ധ്യമാകണ്ടേ? അപ്പൊ ഇനി മുമ്പിൽ നയിക്കുന്നവരെ കാണുകയാണെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്നാണോ ഇപ്പൊ ഞാൻ അർത്ഥം? ഇനിയിപ്പോ അതാണ് പ്രശ്നമുള്ളത്. മുന്നിൽ കണ്ടില്ല. അപ്പൊ മുന്നിലാണെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട്, മുന്നിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഇല്ല എന്നല്ലേ അതിനുള്ളൂ. കേക്കി ഏതായാലും 2 മള കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ മുന്നിൽ കണ്ടാൽ യാഥാർത്ഥ്യം ഉണ്ട്, അപ്പൊ പേടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാണില്ലെങ്കിലോ അത് പേടിച്ചാൽ പ്രശ്നം തന്നെയാണ് എന്നാണെങ്കിൽ അതെന്താ സുലാണ്? അപ്പൊ ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന ആശങ്കയാണോ, ഇത് റസൂലിനെ ആക്ഷേപിക്കലാണ് എന്ന ആശങ്കയാണോ എങ്കിൽ ഈ ഹദീസ് ഞാനും നിങ്ങളുമല്ലല്ലോ ആദ്യമായി കൈകാര്യം ചെയ്തത്. നിങ്ങളാണ് ഈ കാലം വരെ സ്വഹീഹ് ബുഖാരിയിൽ ആ ഹദീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട്. ആ ഹദീസിന് ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ വായിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. 14 കാലമായി മുസ്ലിം ലോകത്ത് ഈ ഹദീസ് കൈമാറി പോരുന്നുണ്ട്. സിഹിർ ബാധിച്ചുവെന്ന് പറഞ്ഞത് ആയിഷ ബീവിയാണ് എന്നാണ് സലാം സലമി പോലും കൊടുത്ത അർത്ഥത്തിലുള്ളത്. മലക്കുകളാണ് തമ്മിൽ ചോദിച്ചത്, എന്തു പറ്റിയ ആൾക്ക്? അപ്പൊ സിഹിർ ചെയ്താണെന്ന് മലക്കാ പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്തത്? ദർവാണത്തിൽ കൊണ്ടുപോയി ഇന്ന സാധനം നിക്ഷേപിച്ചിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോ സാധനം അവിടെ കണ്ടു എന്നും പറയുന്നു. ഇനി ഇതൊക്കെ കളവാണോ? ഇതെല്ലാം ഇല്ലാത്തതാണോ? ഈ ഹദീസ് അസ്വീകാര്യമാണോ എങ്കിൽ ഹദീസ് ഉണ്ട് എന്ന് കിട്ടിയത് എവിടുന്ന? ഇമാം ബുഖാരിന്റെ കിതാബിന്ന്. ആ ഇമാം ബുഖാരിക്കുണ്ടല്ലോ നിയമങ്ങൾ, ഒരു ഹദീസ് എടുക്കാനും എടുക്കാതെക്കാനും ഉള്ളത്. നമ്മളാരും നടന്നു പോകുമ്പോ വഴി ഇങ്ങനെ പോയപ്പോ റോഡ് സൈഡിൽ നിന്ന് കണ്ടല്ലോ ഹദീസ്. നമ്മൾ ഹദീസ് എവിടുന്ന കണ്ടത്? ഇമാം ബുഖാരിന്റെ കിതാബിൽ നിന്ന്, ഇമാം മുസ്ലിമിന്റെ കിതാബിൽ നിന്ന്.
ഇമാം മാലിക്കിന്റെ കിതാബിൽ നിന്ന് അവിടെ നമ്മൾ കാണുന്നത് ആ ഇമാം ബുഖാരി ഒരു ഹദീസ് സ്വീകരിക്കാനും തള്ളാനുമുള്ള മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുക്കൂലെന്നും ബുഖാരി കിതാബ് കണ്ടാൽ അത് ചീത്ത പറയാൻ വേണ്ടി എടുക്കാന്നും പറഞ്ഞാൽ അതിനായല്ലോ. വേണ്ട, ലോകത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകരിക്കാനും തള്ളാനുമുള്ള മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡപ്രകാരം 14 കാലം ഈ ഹദീസ് കൈമാറിപ്പോന്ന ഇത് പഠനവിധേയമാക്കിയ ഒരാളെങ്കിലും, തോന വേണ്ട, അഹ്ലുസുന്നയുടെ ഇമാമായി അറിയപ്പെടുന്ന ഒരു ഇമാമെങ്കിലും ഈ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞതുണ്ടോ? കാണാൻ കഴിയില്ല. നിങ്ങൾ എവിടെയും പോയി അന്വേഷിക്കാം, ആരോടും ചോദിക്കാം. ഈ ഹദീസ് സ്വീകാര്യമല്ലെന്ന്, ഈ ഹദീസ് ദുർബലമാണെന്ന്, ഈ ഹദീസ് വ്യാജമാണെന്ന്, ഈ ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്ന്, ഈ ഹദീസ് തൗഹീദിനെതിരാണെന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു ഇമാം പറഞ്ഞു, ഒരൊറ്റ ഇമാം ഹദീസുകൾ സ്വീകരിക്കാൻ തള്ളാനുമുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച, ആയത്ത് വിശദീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച സ്വഹാബത്തും താബഈങ്ങളും മുതൽ ഇങ്ങോട്ടുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലും ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഒരു അന്വേഷണത്തിന് താങ്കൾ തയ്യാറാകണം എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്.